ഇന്ന് മുതുമല ടൈഗർ റിസർവിലെ സഫാരിയാണ്. ക്യാമ്പറിലാണ് സഫാരി പോകുന്നത്. അപ്പോൾ ഇവിടെ ജിപ്സി ഉണ്ട്, ബസ് ഉണ്ട്, ക്യാമ്പർ ഉണ്ട്. ഇങ്ങനെ 3 ഓപ്ഷനാണുള്ളത്. കാലത്ത് 6:30 സഫാരി തുടങ്ങും. കാലത്ത് 10 മണി വരെ ഉള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും, 5 മണി വരെ. ബസ്സിനാണെങ്കിൽ 340 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. മിനിമം 24 പേരുണ്ടെങ്കിൽ മാത്രമേ ബസ്സിൽ സഫാരി അവർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ക്യാമ്പറിന് 4200 രൂപയാണ് റെന്റ്. പിന്നെ ഒരാൾക്ക് 130 രൂപയും വരും. പക്ഷേ 10 പേർക്ക് വരെ പോവാം. ജിപ്സി ആണെങ്കിൽ സെയിം റേറ്റ് തന്നെയാണ്, പക്ഷേ 5-6 പേർക്ക് പോകാൻ പറ്റൂ. കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് പോകുന്നതൊക്കെ നല്ലതാണ്. ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മൈസൂർ റോഡിലൂടെയാണ്. നമുക്ക് പോകുമ്പോൾ തന്നെ വഴിയിലൊക്കെ മാൻകൂട്ടങ്ങളൊക്കെ നിറയെ കാണാം. അപ്പോൾ നമ്മൾ ഈ യാത്രയിൽ ആദ്യം കണ്ടത് നമ്മുടെ ഒരു കാട്ടിയാണ്. ഈ ഒരു കാടിന്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഭയങ്കര രസകരം കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആനകൾ കാണുന്ന കാടുകളിൽ ഒന്നാണ് ഈ മുതുമല എന്ന് പറയുന്നത്. നേരെ മുന്നിൽ 2 പിടിയാനകളെയാണ് നമ്മൾ കണ്ടത്. കണ്ടു കഴിഞ്ഞാൽ ഇരട്ടകളാണെന്ന് തോന്നും. കാനനപാതയിലേക്ക് കടന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഒരു കൂട്ടം മാനുകളെ കണ്ടത്. പെട്ടെന്നാണ് മാനിന്റെ ഒരു അലാം കോൾ കേട്ടത്. ഒരു പ്രൊഡക്ടർ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു ഭയത്തോടു കൂടിയുള്ള അലാം കോൾ കേട്ടപ്പോൾ തന്നെ നമുക്ക് സംഭവം പിടികിട്ടി. ഇവിടെ എവിടെയോ ആളിരിപ്പുണ്ട് എന്നുള്ളത്. ആ നദിയുടെ തീരത്ത് നിന്ന് കയറി പോകുന്ന ഒരു ടൈഗർ. ഈ കടുവകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ കടുവകൾക്ക് ഒരു ടെറിട്ടറി ഉണ്ട്. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ കടുവ അതിന്റെ ടെറിട്ടറി മാർക്ക് ചെയ്യുന്നത് കാണാം. ഇതിന് ഈ സ്പ്രേ മാർക്കിംഗ് എന്ന് പറയാം. അതിന്റെ മൂത്രം രൂക്ഷഗന്ധമാണ്. അത് മരത്തിലോ മറ്റോ സ്പ്രേ ചെയ്തിട്ട് അതിങ്ങനെ ടെറിട്ടറി മാർക്ക് ചെയ്ത് പോകും. മുതുമല ടൈഗർ റിസർവിന്റെ കീഴിൽ ഏകദേശം 100-ൽ കൂടുതൽ കടുവകളുണ്ട്. ഏകദേശം 20 വയസ്സ് വരെയാണ് ഒരു കടുവയുടെ ആയുസ് എന്ന് പറയുന്നത്. 20 വയസ്സ് വരെ ഒന്നും എത്താറില്ല. ഏകദേശം ഒരു 15, 16, 17 വയസ്സാകുമ്പോഴേക്കൊക്കെ അതിന്റെ ഒരു കാലഘട്ടം തീരാറുണ്ട്. ഒരു നാച്ചുറൽ ഹാബിറ്റേറ്റ് പോയിട്ട് കടുവയെ കാണാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഇതാണ് അതിന്റെ ഒരു ഭംഗി. പക്ഷേ ഈ കടുവയെ കിട്ടുക എന്നുള്ളത് എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. അതൊരു ലക്കാണ്. എന്തോ ഒരു ഭാഗ്യത്തിനാണ് നമുക്ക് ഈ ഒരു കടുവയുടെ സൈറ്റിംഗ് കിട്ടിയത്. പിന്നീട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു കൂട്ടം ആനകളെ കണ്ടത്. ആന എന്ന് പറയുമ്പോൾ കരിവീട്ടി പോലെയുള്ള ആനകൾ എന്നൊക്കെ പറയാറില്ല. അങ്ങനെ ആനകളുടെ ഒരു സമൃദ്ധമായ കാഴ്ചകളാണ് നമുക്ക് ഈ മുതുമല സമ്മാനിച്ചത്. മുതുമലയിലും ബന്ദിപ്പൂരും ഏകദേശം 1 മണിക്കൂറാണ് നമുക്ക് യാത്ര വരുന്നത്. ബാക്കിയുള്ള സമയം മുഴുവൻ മെയിൻ റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര മാത്രമാണ്. പക്ഷെ അതിനുള്ളിൽ നമുക്ക് കിട്ടുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്.